അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വിഷയം ശറഫുൽ അനാം ബെയ്ത്തും ശറഫുൽ അനാം മൗലിദിലെ ബെയ്ത്തും അർത്ഥവും അതിൻ്റെ രീതിയും. ഇനി അവസാനത്തെ രണ്ട് ഹദീസിലുള്ള ബെയ്ത്ത് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ക്ലാസ്സുകളും ബെയ്ത്തുകളും ഹദീസുകളുള്ള ബെയ്ത്തുകൾ മുഴുവനും തീർന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സലാത്തുൻ സലാമുൻ വമാ സർമദാ അലൽ മുസ്തഫൽ മുർത്തദാ അഹ്മദാ. സലാത്ത് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ശരിക്കത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സലാത്തുൻ സലാമുൻ ഹുമാ സർമദാ അലൽ മുസ്തഫൽ മുർത്തദാ അഹ്മദാ തആലു ബിലാ നസ്തനി ഫബാബു റിളാ ഖദ് ഖുതിയ. ഇങ്ങനെയാണ് അതിൻ്റെ രീതി, രൂപം. ഇനി തആലു, നിങ്ങൾ മുന്നിട്ട് വരിക, ബിനാ നമ്മുടെ അടുത്തേക്ക്, നസ്തലു നമുക്ക് നന്നാവാം, നമുക്ക് സന്മാർഗത്തിലാവാം. അപ്പോൾ ബാബു റിളയുടെ കവാടം, അതായത് സ്നേഹത്തിൻ്റെ, തൃപ്തിയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കവാടം കതുപുത്തി, അത് തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സന്തോഷത്തിൻ്റെ, റാഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കവാടം ഇതാ തുറന്നു വച്ചിരിക്കുന്നു. ഈ കവാടത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക, നമുക്ക് നന്നാവാം, നമുക്ക് സന്മാർഗത്തിലാവാം. വദാവുൽ ഫുആദ, വദാവുൽ ഫുആദ ഹൃദയം, ഫഅദിൻ്റെ ബഹുവചനാണ് ഫുആദ്. അപ്പം ഹൃദയങ്ങളെ, ഫഹുദന ഹൃദയം, അപ്പോൾ ഫുആദ് ഹൃദയങ്ങളെ നിങ്ങൾ ചികിത്സിക്കുക. അതായത് ഹൃദയരോഗം ഉണ്ടാവുമല്ലോ, കിബിർ, ഹസദ്, അസൂയ പോലത്തെ ഹൃദയരോഗം. ആ രോഗത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ചികിത്സ നടത്തണം. അല്ലതീ അങ്ങനത്തെ രോഗമാണ് ബിസൈഫിൽ ഹവ, ദേഹശയാകുന്ന വാളുകൊണ്ട്, ശരീരത്തിൻ്റെ ദേഹശയാകുന്ന, ശരീരം ആഗ്രഹിക്കുന്ന വാളുകൊണ്ട് നിങ്ങൾ അതിനെ ചികിത്സിക്കുക. കത് ജുരിഹ, അതിനെ മുറിയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഹൃദയത്തിൽ എന്തെങ്കിലും കിബിർ, അഹംഭാവം, അസൂയ, ഹസദ് പോലത്തെ ഹൃദയരോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിച്ച് സുഖപ്പെടുത്തണം. അയാ മുദ്ദഹി ഹുബ്ബിന, നമ്മോടുള്ള അയാ മുദ്ദഹി ഹുബ്ബിന, നമ്മുടെ ഹുബ്ബിനെ വാദിക്കുന്നവരെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്ന് വാദിക്കുന്നവനെ, ഞാനും അങ്ങനെ തന്നെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്ന് വാദിക്കുന്നു. അങ്ങനെ വാദിക്കുന്നവരെ ദൈൽ റൂഹ, ആത്മാവിനെ നിങ്ങൾ ഒഴിവാക്കുക. ആത്മാവിനെ ഒഴിവാക്കുക എന്നാൽ ആത്മാവിനെ നിങ്ങൾ ഒഴിവാക്കുക. സുമ്മത്തരെ, പിന്നീട് നിങ്ങൾ അതിനെ വലിച്ചെറിയുകയും ചെയ്യുക. ഇപ്പം അഹങ്കാരത്തിൻ്റെ ആത്മാവിനെ, അഹങ്കാരമായിട്ടുള്ള ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെ നിങ്ങൾ ഒഴിവാക്കുക. സുമ്മത്തരെ, പിന്നീട് അതിനെ നിങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുക. തഹല്ലക ബി അഹ്ലിൽ ഹുദ, അടുത്തതാ തഹല്ലക ബി അഹ്ലിൽ ഹുദ, സന്മാർഗത്തിൻ്റെ ആളുകളോട് നിങ്ങൾ ബന്ധിക്കുക. സന്മാർഗത്തിൻ്റെ ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യാം? പിടിച്ചു നിൽക്കുക, അവരായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം. ഫഖുലിൽ ഹുദൂലി തഅല്ലക ബി അഹ്ലിൽ ഹുദ ഫഖുൽ ലിൽ ഹുദൂലി ഇസ്തരി. അതാണ് തഅല്ലക ബി അഹ്ലിൽ ഹുദ, സന്മാർഗത്തിൻ്റെ ആളുകളോട് നിങ്ങൾ ബന്ധിക്കുക, അവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുമായി പിടിച്ചു നിൽക്കുക, അവരോടൊപ്പം നിങ്ങൾ നിൽക്കുക. വഖുലിൽ ഉദൂലി,
ആക്ഷേപിക്കുന്നതിന് നീ ഒഴിവാക്കൂ. ആക്ഷേപിക്കുന്ന ജനങ്ങളോട് നീ പറയുക ഇസ്തരിഹേ എന്ന് പറയുക, അതായത് തിരിഞ്ഞു കളയുക, ഒഴിവാക്കുക. ആക്ഷേപിക്കുന്ന ജനങ്ങളോട് എന്ത് പറയണം? നീ ഒഴിവാക്കുക, ഇസ്തരി ഒഴിവാക്കുക, പിന്നെ തിരിഞ്ഞു കളയുക. അഫിൽ കൽബി ഹൃദയത്തിലാണ്, ഫീ ഹുബ്ബിക്കും നിങ്ങളോടുള്ള സ്നേഹം ഇഷ്ടം വെക്കൽ എവിടെയാണ്? ഹൃദയത്തിലാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, ബാക്കി പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബെയ്ത്ത് അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ശറഫുൽ അനാം ബെയ്ത്തും അർത്ഥവും രീതിയും പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.